സംഭവം നടന്നിട്ട് 48 മണിക്കൂർ കഴിഞ്ഞു. ഹോം മിനിസ്റ്റർ കയർ പൊട്ടിക്കുക. ഒരു റെസ്പോൺസിബിൾ ഓഫീസർ എന്ന നിലയിൽ നിങ്ങൾ എന്ത് ചെയ്തു? ഐ വോണ്ട് ടു നോ വാട്ട് സ്റ്റെപ്സ് യു ഹാവ് ടേക്കൻ ടിൽ നൗ. സർ, ആ കുട്ടിയുടെ ഫോൺ കോൾ മുഴുവൻ ഞങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞു. കോളേജ് ഫ്രണ്ട്സിനെയും അധ്യാപകരെയും സകല പരിചയക്കാരെയും ഞങ്ങൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞു സർ. എന്നിട്ട് വാട്ട് ഈസ് ദ റിസൾട്ട്? അവർക്കൊന്നും ഈ സംഭവവുമായി ഒരു ബന്ധവുമില്ല സർ. ഇഡിയറ്റ്. അത് ചോദ്യം ചെയ്യാതെ തന്നെ അറിഞ്ഞൂടെ മിസ്റ്റർ? തീവ്രവാദ സംഘടനപ്പെട്ട ആരോ ആണ് ഈ കിഡ്നാപ്പിംഗിന് പിന്നിൽ. സോറി സർ, ഐ സ്റ്റിൽ നോട്ട് എഗ്രി. കിഡ്നാപ്പിംഗ് ആണെങ്കിൽ 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ആരെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയോ അവരുടെ ആവശ്യം എന്തെന്ന് ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല. ആ സ്ഥിതിക്ക് വല്ല അഫെയറിലും പെട്ട പെൺകുട്ടി. സ്റ്റോപ്പ് ഇറ്റ്. തനിക്കിത് മാത്രമേ അറിയൂ. ഒരു തവണ കൂടി ഇത് ആവർത്തിച്ചാൽ ഐ വിൽ ഡിസ്മിസ് യു. ഐ തിങ്ക് നിങ്ങളെ റിട്ടയർമെന്റ് സിൻഡ്രോം ബാധിച്ചിരിക്കുക. എനിവേ, താങ്കളുടെ ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നും ഹോം മിനിസ്റ്ററിന്റെ ചെവിയിലെത്തുന്നില്ല. പോലീസ്, പ്രത്യേകിച്ചും താങ്കൾ, നിഷ്ക്രിയമായി നോക്കി നിൽക്കുകയാണെന്ന മന്ത്രി പറയുന്നത്. അതിന്റെ പഴി മുഴുവൻ കേൾക്കുന്നത് ഞാനും. എത്രയും വേഗം ഒരു തുമ്പുണ്ടാക്കിയേ തീരൂ. ദിസ് ഈസ് മൈ ലാസ്റ്റ് വാർണിംഗ്. സർ, നോക്കി നിൽക്കാതെ പോയി തപ്പടോ സകല ലോഡ്ജുകളിലും ബാറുകളിലും റെസ്റ്റോറന്റുകളിലും പോ. ബാല സർ, ഈ തപ്പുന്ന കൂട്ടത്തില് ഈ സിറ്റിയിലെ സകല ലക്ഷറി അപ്പാർട്ട്മെന്റുകളിലും ഫ്ളാറ്റുകളിലും കൂടി കയറി തപ്പിക്കും. അതെന്താണ് സർ? എടോ, അവിടൊക്കെ പോലീസ് കയറി ഇന്ന് നിരങ്ങിയാലേ കാശുള്ളവര് ചൊറിയൂ. അവരെ മിനുക്കെടുത്തിയാൽ അപ്പം വിളി വരും ഹോം മിനിസ്റ്റർക്ക് പരാതി പറയാൻ. മന്ത്രി അങ്ങനെങ്കിലും ഒന്ന് മനസ്സിലാക്കട്ടെ, പോലീസുകാർ വരും നിഷ്ക്രിയന്മാരല്ലെന്ന്. പോടോ. ഓക്കെ സർ. കോപ്പിലൊരു മേനൻ, അയാളുടെ ഒരു തുമ്പ്. സാറേ, മതി. തുമ്പത്തിരിക്കുന്ന എന്റെ തൊപ്പി തെറിക്കാതിരിക്കാൻ തൽക്കാലം എനിക്ക് ഈ തുമ്പ് മതി. ഹലോ. ഒരു ഇന്റർനാഷണൽ ക്രിമിനലിനെ കൈ കിട്ടിയിട്ടും നഷ്ടപ്പെടുത്തിയ പമ്പര വിധി. ഐ ആം ഷുവർ അപ്പോ അവർ തന്നെയാണ് എന്റെ മകളെയും. അവരെ സിറ്റി വിട്ടു പോകാൻ അനുവദിക്കരുത്. ഇന്ന് രാത്രിക്കുള്ളിൽ അവരെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ തന്നെ തൊപ്പി ഞാൻ പറപ്പിക്കും. ഓ, എന്റെ വ്യാകുല മാതാവേ, ഒരു അഭിനന്ദനം പ്രതീക്ഷിച്ച് എനിക്ക് കിട്ടിയത് പുളിച്ച തെറി. തൊപ്പി ധരിക്കാൻ ഒരു പുതിയ കാരണം കൂടി. ഡോൺ. ആരാണാവോ ഈ ഡോൺ പരമനാറി? നമസ്കാരം സാർ. നിക്ക്. ഒന്ന് കാണാൻ. നിന്നെ കടത്തിവിട്ടെ. അപ്പം നിനക്ക് സാർ. സാർ, അല്ല, ആരാ? എന്താ? എനിക്ക് അത്യാവശ്യമായിട്ട് മിനിസ്റ്ററെ ഒന്ന് കാണാൻ. ചോദിച്ചിട്ട് വരാം, വെയിറ്റ് ചെയ്യും. സാർ, വെളിയിലൊരു പയ്യൻ സാറിനെ കാണണമെന്ന് നിർബന്ധം പിടിക്കുന്നു. ഈ പാറി എനിക്ക് കാണണ്ട. തന്നോട് ഞാൻ പറഞ്ഞതല്ലേ. സാർ, ഏതോ സീരിയസ് ആയ വിഷയമാണെന്ന് തോന്നുന്നു. മനസ്സമാധാനം തരില്ല അല്ലേ? വരാൻ പറ. ശരി സാർ. സാർ, ഇയാളാണ്. എന്താ? അത് സാർ, എനിക്ക് പേഴ്സണലായിട്ടൊന്ന്. താൻ അത് പോ. എന്താ? വേഗം പറയും.
സാറിന്റെ മകൾ ശ്രീദേവി എന്നോടൊപ്പം സുരക്ഷിതയായി ജാഫർ ഖാൻ കോളനിയിലുണ്ട്. വാട്ട്? അതെ സർ. നീ പറഞ്ഞതെല്ലാം തൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അവളെ ഇപ്പോ ഈ നിമിഷം ഇവിടെ കൊണ്ടുവരണം. ആ. പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അവൾ സമ്മതിച്ചാൽ നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല. അല്ലെങ്കിൽ അറിയാലോ. ആ. ചെല്ല്. ശരി സർ. ഒരു നിമിഷം ഇങ്ങ വാ. അല്ലെങ്കിൽ വേണ്ട. ഒന്ന് ആലോചിച്ചാൽ ഈ മന്ദിരത്തേക്കാൾ സേഫായത് തൽക്കാലം ആ ചേര് തന്നെയാണ്. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നത് വരെ ഈ കളി തുടരുന്നതാണ് നല്ലത്. ആഭ്യന്തരമന്ത്രിയുടെ മകളെ കാണാനില്ലെന്ന കളി അത് അവൾക്ക് സുരക്ഷിതത്വം നൽകും. അവൾക്ക് ഒരു കുറവും വരുത്തരുത്. നിനക്ക് ചിലവിനായി ഞാൻ കുറച്ച് പണം തരാം. വേണ്ട സർ, ചേരിയിൽ അവൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കാണണം എനിക്ക് അവളെ ഇന്ന് തന്നെ. പാപ്പരയായ ഒരു ഡോണിൻ്റെ അവസ്ഥ. ഇതുവരെ സമ്പാദിച്ചൊക്കെ പോലീസുകാരുമാണ്. അന്ന് അതിന് സമ്പാദിക്കാന്ന് വെച്ചാലോ അതിനുള്ള ഏക മാർഗമായിരുന്നു ആ ബ്ലാക്ക്ബെറി ഫോൺ, ആ തെണ്ടിങ് അക്കൗണ്ട്. ഇനി 6 പേര് കൂടിയുണ്ട് സിനിമ കണ്ടവരിൽ ബാക്കി. ഏത് പാതാളത്തിൽ ചെന്നാലും അവരെ നമുക്ക് കണ്ടെത്തണം. നമ്മുടെ ബ്ലാക്ക്ബെറി തിരിച്ചു പിടിച്ചാലേ നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കാൻ പറ്റൂ. Bos. 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 നിങ്ങളായിരുന്നല്ലേ? ഞാൻ വിചാരിച്ചു പോലീസുകാരായിരിക്കും. പോരെ പോരെ പോരെ, ഞങ്ങളെ ഒളിച്ചും പാത്തും കളിക്കുക. പിന്നെ എന്താണ് രണ്ടുപേരും ബോസിനെ ഈ അവസ്ഥയിൽ കാണേണ്ടി വന്നത് ഞങ്ങൾ അതീവ കുണ്ടിതരാണ്. ഞങ്ങൾക്ക് വിഷമമുണ്ട്. ബോസിന്റെ അവസ്ഥ അറിഞ്ഞതിന് ശേഷം ഇയാള് തുമ്പോളി കളപ്പുറത്ത് പോയി നെഞ്ചു പൊട്ടി പാടി പാടി മരിക്കാൻ പോയി. ഏത് പാട്ട്? ഇവനറിയാം. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോന് എന്നിട്ടോ? പക്ഷെ മരുമോൻ വന്നില്ല. അമ്മായിയുടെ ഒരു അവസ്ഥ. അതെ, കരയണ്ട, മരുമോൻ വരും കേട്ടോ. അഥവാ ഇനി മരുമോൻ വന്നില്ലെങ്കിൽ നമുക്ക് കൊണ്ടുവരും. കരയണ്ട. എന്താ അത്? പൈസ തന്ന് എന്നെ വിഷമിപ്പിക്കരുത് പ്ലീസ്. ആനമരിച്ചെന്ന് വെച്ച് തൊഴുത്തി കെട്ടാൻ പറ്റുമോ? സോറി ബോസ്. സോറി ബോസ്. ഓക്കേ. ഇപ്പൊ നീ ആ മിനിസ്റ്ററിന്റെ മുമ്പിലും പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. എല്ലാം തെളിവുകളാണ്. ഇവരൊക്കെ എപ്പോൾ വേണമെങ്കിലും കളം മാറാം. 10-20 കൊല്ലം ചെറുതും വലുതുമായ രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും ഒക്കെ ക്ലോസ് ഡ്രിങ്കിങ് പാർട്ട്ണറായിരുന്നു ഞാൻ. ആ പരിചയം വെച്ച് പറഞ്ഞതാ. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരാളല്ല മാധവേട്ട. കൂട്ടത്തിൽ നല്ലവനായിരിക്കാം. മുഴുവൻ നല്ലവനാണെങ്കിൽ ഈ ചീഞ്ഞു നാറിയ രാഷ്ട്രീയത്തിൽ കിടന്നെങ്കിലും ഉരുണ്ട് കളിക്കോ? നമ്മളിപ്പോൾ ശരിക്കും ഒരു കുരുക്കില. ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുതെന്ന് പോലും തിരിച്ചറിയാനാവാത്ത ഒരു കുരുക്കിൽ. എന്നെ ഒളിക്കാൻ ശ്രമിക്കണ്ട. ലീല എന്നോട് എല്ലാം പറഞ്ഞു. നീ ഇത് എന്തു ഭാവിച്ചാ? സംഗതി കിഡ്നാപ്പാ. അതും ആഭ്യന്തരമന്ത്രിയുടെ മകളെ. ഈ ചേരി താമസിക്കുന്ന എല്ലാവരെയും പോലീസും ഗുണ്ടകളും ഉപദ്രവിക്കും. ഈ പാവങ്ങൾക്കുള്ള കൂരയും തൊഴിലും ഇല്ലാതാക്കി ആ ശാപം കൂടി നീയും ഞാനും ഏൽക്കണോ? ചോറ് തിന്നിട്ട് പോടാ.
വരൂ. സർ അച്ഛാ, സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും കുറ്റബോധമുണ്ട്. ഇത്ര വലിയ സ്ഥാനത്തിരുന്നിട്ടും സ്വന്തം മകളെ സംരക്ഷിക്കാനായില്ലെന്ന് ഓർക്കുമ്പോൾ അച്ഛന് വിഷമമുണ്ട്. വിഷമിക്കണ്ട അച്ഛാ, ഇവരെല്ലാം എന്നെ നന്നായി കെയർ ചെയ്യുന്നുണ്ട്. ചായ? ലീന. അതെ, എങ്ങനെ മനസ്സിലായി? മാധവൻ ഏ? അറിയോ നിനക്ക്? ഞങ്ങൾ ലോട്ടസ് ക്ലബിലെ സഹപാഠികളായിരുന്നു. അന്ന് താങ്കൾ സമ്പന്നനായ രാഷ്ട്രീയ വിദ്യാർത്ഥിയും ഞാൻ താങ്കളുടെ സതീർത്ഥ്യനുമായിരുന്നു. ദി ഗ്രേറ്റ് ഓൾഡ് മോങ്ക് മാധവൻ. ഗോഡ് ഈസ് ഗ്രേറ്റ്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ താൻ. ഇയാളെ ശരിക്കും അറിയുമല്ലേ? താൻ എല്ലാം കളഞ്ഞു കുളിച്ചു അല്ലടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളെല്ലാം നേടിയോ? യെസ് യെസ്, സമ്മതിക്കുന്നു. ഇല്ല, ആർക്ക് എന്താടോ നേടാൻ കഴിയുക? സ്വന്തം എന്ന പദം തന്നെ പച്ചക്കള്ളമല്ലേ? എനിവേ, ഇപ്പൊ എനിക്ക് സമാധാനമായി. എന്റെ മകൾ തന്റെ അടുത്താണല്ലോ. ടേക്ക് കെയർ മോളെ. പോട്ടടോ. ചായ? ചായ അവിടെ കൊടുക്ക. ശരി.